നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാറിയിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു യൂണിക് ആയിട്ടുള്ള വീടാണ് കാണാൻ വന്നുള്ളത്. 3 സെൻറ്റ് 800 ലിങ്സ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളിക്കും തൃപ്പൂണിത്തുറയ്ക്കും ആലുവയ്ക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. കണ്ടംപററി ഡിസൈനും കൊളോണിയൽ ഡിസൈനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഫ്യൂഷൻ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഭംഗിയുള്ളൊരു മതിലിന് പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ വർക്ക് വരുന്നുണ്ട്. അതിനകത്തും LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 4-way ലൈറ്റും ടൈൽ വർക്കൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഒന്ന് സ്ലൈഡിംഗ് ഗേറ്റും ഒന്ന് ഫോൾഡിംഗ് ഗേറ്റും തന്നെയാണ് കൊടുത്തുള്ളത്. വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് തന്നെയാണ് ഈ വീടിൻ്റെ പ്രത്യേകത. വലിയൊരു വാഹനം ഈസി ആയിട്ട് ഉൾക്കൊള്ളുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് സെഡാൻ ആയിക്കോട്ടെ SUV ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയായിട്ട് വാട്ടർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെസ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. ഇവിടെയായിട്ട് കിണർ വന്നിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. നാച്ചുറൽ വാട്ടറാണ് പ്രധാന വാട്ടർ സോഴ്സ് വരുന്നത്. KW വാട്ടർ കണക്ഷനും നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാട്ടർ ഫൗണ്ടൻ വരുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രാനൈറ്റിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ധാരാളം പ്ലാന്റ്സുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ നല്ലൊരു ഫൗണ്ടൻ നമുക്ക് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടാണ്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഇനി വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. അതിന് വുഡിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം സിംഗിൾ ഡോറ് നല്ല മരത്തിൽ തീർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കൊക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. വലിയ വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. അവിടെയും പാനൽ ചെയ്തിട്ടുണ്ട്. 3 പാളി ജനലാണ് വന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് നല്ലൊരു വാൾപേപ്പറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് ലൈനാണ് വരുന്നത്. പിന്നെ മനോഹരമായിട്ടുള്ള TV യൂണിറ്റാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. എത്ര വലിയ TV ആണെങ്കിലും ഇതിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും PVC പാനൽ ചെയ്തിട്ടിരിക്കുകയാണ്. അതും വുഡിൻ്റെ ടെക്സ്റ്റാണ് വരുന്നത്. മേലെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും സ്പേഷ്യസ് ആയത്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. പോകുന്ന എൻട്രൻസിന് മേലെയായിട്ട് ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെല്ലാം നല്ല രീതിയിൽ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. നല്ലൊരു ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ വശങ്ങളിലായിട്ട് PVC ലാമിനേഷൻ വരുന്നുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മാറി ഒതുങ്ങിയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതും നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ, നല്ല വലിയൊരു മിറർ, LED ലൈറ്റുകൾ, അതുപോലെ തന്നെ ടവൽ റൈഡ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെയും ഒരു വുഡിൻ്റെ ടെക്സ്ചറും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. മനോഹരമായിട്ട് സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൗണ്ടറിലാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നാനോവൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് PVC ലാമിനേഷനാണ് വന്നുള്ളത്. ഒരു ബാർ ചെയറോ ബാർ സ്റ്റൂളോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്പോട്ട് ലൈറ്റുകളാണ്. ഭംഗിയായിട്ട് യഥാസ്ഥാനത്ത് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിനെയും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. കിഴക്കോട്ട് ദർശനമായിട്ട് നമുക്ക്, അതായത് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴെ മേലെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നല്ല ഫാൻസി ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. അതും ഭംഗിയായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും അതോടുകൂടി തന്നെ പവർ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുന്ന വർക്ക് ഏരിയ ഇതിന് കിട്ടിയിട്ടുണ്ട്.
സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് വരുന്നുണ്ട്. വശങ്ങളിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പ്രകാശം കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് പോളികാർബണേറ്റിൻ്റെ ഷീറ്റാണ് കൊടുത്തുള്ളത്. ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും ലോക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഏരിയ, അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മരവുരുപ്പടികളെല്ലാം നല്ല നാടൻ മരങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്. അകത്ത് വരുന്ന ഡോറുകളെല്ലാം തനത് മരത്തിനെ തന്നെ പോളിഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, കളർ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. സൈസ് വരുന്നത് 14 അടി നീളവും 11 അടി വീതിയും വരുന്നുണ്ട്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. സൗത്ത് സൈഡിൽ ഭംഗിയായിട്ട് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കിൻ്റെ ഹെഡ് പൊസിഷൻ വരുന്നതും, അതായത് ഹെഡിൻ്റെ പൊസിഷനാണ്. നമ്മൾ ബെഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ബെഡിൻ്റെ പൊസിഷൻ വരുന്നത് സൗത്തിലേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമും നല്ല ഭംഗിയുള്ള ബെഡ്റൂമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. വാഷ് ബേസും വന്നിട്ടുണ്ട്. പെഡസ്റ്റൽ ടൈപ്പാണ് വന്നുള്ളത്. മിറർ വന്നിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ്. അതും ജാഗ്വാൻ്റെ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ടവൽ റാഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്ന ഗ്ലോസിയാണ്. നല്ലൊരു ഡോറും കൊടുക്കുന്നത്, അതും ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോകാം. സ്റ്റെയർ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. വുഡാണ് പൊതിഞ്ഞിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മേലേക്ക് കയറാം. ഈ കാണുന്നത് ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മേലേക്ക് കയറാം. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ ഒരു പെർഗോളാസും ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. മനോഹരമായിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം വുഡിൻ്റെ പാനലിംഗ് വന്നിട്ടുണ്ട്. അതായത് PVC ലാമിനേഷനാണ്, വുഡിൻ്റെ ടെക്സ്റ്റാണ് വന്നുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ എങ്ങനെയാണോ നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അതേ സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം ഫാൻസി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണർ തന്നെയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള പാനലിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളതും ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള വാൾഡ്രോബ്സ് ആണ് വന്നുള്ളത്. അതിനെല്ലാം ലോക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് മിറർ വരുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. ലൈറ്റ് വന്നിട്ടുണ്ട്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. സെറയുടെയാണ്. വാഷ് ബേസിനും സെറയുടെ തന്നെയാണ് കൊടുത്തുള്ളത്. ഡൈവേർട്ടർ മാത്രമാണ് ജാഗോൻ്റെ വന്നുള്ളത്. അപ്പം ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള് കൊടുത്തുള്ളത്. GMൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം വിൻഡോസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 3 പാളി ജനലാണ് വെസ്റ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. 2 പാളി ജനൽ നോർത്ത് സൈഡിലും വന്നിട്ടുണ്ട്. മനോഹരമായിട്ട് ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്. മാത്രമല്ല ഇതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ളൊരു എൻട്രൻസ് വരുന്നത്. ഇങ്ങനെ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. മേലെയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെ തൂണുകളെല്ലാം നല്ല ടൈലൊട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഫ്രണ്ട് എലിവേഷൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോകാം.
നമ്മളിപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് വന്നുള്ളത്. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ടൈല് മാറ്റ് ടൈലാണ്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ള 4x2 ടൈല് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനിലുള്ള ഹാൻഡിലാണ് വന്നുള്ളത്. 2 റോഡ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂട്ടിലിറ്റിയോ അല്ലെങ്കിൽ ബാൽക്കണിയോ ആക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അടയ്ക്ക് നമുക്ക് മേലേക്ക് വിരിച്ചിടാവുന്നതാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമുക്ക് മേലേക്ക് കയറാവുന്നതാണ്. സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാറിയിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3 സെൻറ്റ് 800 ലിങ്സ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂണിറ്റാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. ഈ വില്ലയിൽ തന്നെയായിട്ട് 4B സ്കീം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ ഇതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.